ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു യക്ഷിക്കഥ പറയട്ടെ. ഈ കഥയുടെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്നത് വാരണാസിയിലെ കാശി മഹാദേവൻ്റെ മണ്ണിലാണ്. അവിടേക്ക് ഞാൻ നിങ്ങളെ കഥയിലൂടെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 2016 ഒരു നവംബർ മാസം, വാരണാസിയിലെ ഗിരിജാഗർ ജംഗ്ഷൻ. കാശി മഹാദേവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുടെയും അവിടെ നിന്ന് വരുന്നവരുടെയും വൻ തിരക്കാണ് ആ റൂട്ടിൽ. ഗിരിജാഗർ ജംഗ്ഷൻ അടുത്തുള്ള ചർച്ചിന് സമീപത്തായി ഹർഷസുന്ദരി എന്ന പേരിൽ ഒരു ധർമ്മശാലയുണ്ട്. ചർച്ചിന് മുന്നിലുള്ള റോഡ് സൈഡിൽ സൈക്കിൾ റിക്ഷക്കാരും ഓട്ടോറിക്ഷക്കാരും യാത്രക്കാരെ തങ്ങളുടെ വാഹനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്ഥലപ്പേരുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. സമയം ഏതാണ്ട് 10 മണിയാകുന്നു. റോഡിനിരുവശത്തും നിറയെ പൂക്കച്ചവടക്കാരാണ്. ചെറുതും വലുതുമായ പൂക്കൂടകൾ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. കാശി മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളെല്ലാം തന്നെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഗിരിജാഗർ ജംഗ്ഷൻ മുതൽ ദശാശ്വമേധ ഘാട്ട് വരെ തിരക്കോട് തിരക്ക്. ആ തിരക്കിൽ 2 കാറുകളിലായി ഒരു 12ഓളം പേർ ഹർഷസുന്ദരി എന്ന പേരുള്ള ധർമ്മശാലയ്ക്ക് മുന്നിൽ വന്നിറങ്ങി. തണുപ്പ് കാലത്തിൻ്റെ തുടക്കമാണ്. വെയിലിന് ചൂട് നന്നേ കുറവാണ്. തീർത്ഥാടകരുടെ തിരക്ക് കൂടുതലായതിനാൽ ധർമ്മശാലകളിലും ഹോട്ടലുകളിലും റൂമുകൾ കിട്ടാനില്ല. റിസപ്ഷനിലിരുന്ന ആദിദേവ് രജിസ്റ്റർ ചെക്ക് ചെയ്യുകയായിരുന്നു. 2 റൂമുകളിൽ നിന്ന് ഉച്ചയോടെ ആളൊഴിയും. ആ സമയത്താണ് വെളുത്തിട്ട് അല്പം വണ്ണമുള്ള ഒരു വൃദ്ധനും ഒരു പൊടിമീശക്കാരൻ പയ്യനും റൂം ബുക്ക് ചെയ്യാനായി റിസപ്ഷനിലേക്ക് വന്നത്. കണ്ട മാത്രയിൽ തന്നെ വന്നവർ മലയാളികളാണെന്ന് ആദിദേവ് തിരിച്ചറിഞ്ഞു. സ്വന്തം നാട്ടുകാരെ മുന്നിൽ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ഹേ ആദി, ആജ് കോയി കമറ കാലി ഹേ ക്യാ? രാജ് തിവാരിയുടേതാണ് ആ ചോദ്യം. ടാക്സി ഡ്രൈവറായ തിവാരി ബയ്യെ ആദിക്കറിയാം. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പല യാത്രക്കാരെയും തിവാരി ഇവിടേക്കാണ് ആദ്യം കൊണ്ടുവരുന്നത്. देखो आदि, ये लोग केरल वाला है. किसी भी होटल में कमरा खाली नहीं है. अगर यहाँ कमरा है तो दे दीजिए. മുന്നിൽ വന്നു നിന്ന മലയാളികളെ ആദി ഒരു ചിരിയോടെ സ്വീകരിച്ചു. ശേഷം വൃദ്ധനോട് ആദി പറഞ്ഞു, 2 മുറി കുറച്ച് കഴിയുമ്പോൾ കാലിയാകും. കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ അത് തരാൻ കേട്ടോ. ഹിന്ദിക്കാരുടെ നാട്ടിൽ മലയാളം പറയുന്ന ചെറുപ്പക്കാരനെ കണ്ട് വന്നവരെല്ലാം അവനെ അത്ഭുതത്തോടെ നോക്കി. ആദി ചിരിച്ചുകൊണ്ട് വൃദ്ധനിൽ നിന്ന് വാങ്ങിച്ച ആധാർ കാർഡ് ശ്രദ്ധയോടെ വായിച്ചു നോക്കി. വൈദ്യനാഥൻ നമ്പൂതിരിപ്പാട്, വാണിയത്തുശ്ശേരി മന, നല്ലേപ്പിള്ളി, ചിറ്റൂർ, പാലക്കാട്. ഞാനും പാലക്കാടുകാരനാണ് കേട്ടോ. സത്യത്തിൽ എൻ്റെ അച്ഛനാണ് ഈ ധർമ്മശാലയിൽ ജോലി ചെയ്യുന്നത്. 2-3 ദിവസമായിട്ട് അച്ഛന് കാലിന് നല്ല സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പകരം നിന്നതാണ്. അപ്പോൾ വൈദ്യനാഥൻ നമ്പൂതിരിപ്പാട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു, ഞങ്ങൾ 12ഓളം പേരുണ്ട്. ധർമ്മശാലയിൽ സൗകര്യങ്ങൾ കുറവാണെന്ന് അറിയാം. ഹോട്ടലുകളിൽ പലതും കയറിയിറങ്ങി. പക്ഷേ റൂമുകൾ എങ്ങും ഒഴിവില്ല. ചില പ്രധാനപ്പെട്ട വഴിപാടുകൾ ചെയ്യാനുണ്ടായിരുന്നു. ഒരു 5 ദിവസം താമസിക്കേണ്ടതുണ്ട്. കൂടെയുള്ളവർക്ക് ഇവിടെ ഇഷ്ടമാകുമോ എന്ന് സംശയമുണ്ട്. സാറ് വിഷമിക്കേണ്ട, അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും റൂം നോക്കൂ. ആദിയുടെ വാക്കുകൾ കേട്ട് വൈദ്യനാഥൻ തിരിച്ചു നടന്നു. കൂട്ടത്തിലുള്ളവരോട് എന്തൊക്കെയോ സംസാരിച്ചു. ശേഷം ആദിയുടെ അരികിലേക്ക് വന്നു. അകത്ത് കയറി ഒന്ന് റൂം കാണണം. വൈദ്യനാഥൻ നമ്പൂതിരി മെയിൻ ഡോറിലൂടെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ആകാമല്ലോ. ആദി ഒരു ഹെൽപ്പറിന്റെ കയ്യിൽ താക്കോലും കൊടുത്ത് അയാളെ അകത്തേക്ക് പറഞ്ഞയച്ചു. അയാളുടെ പിന്നാലെ വൈദ്യനാഥനും സംഘവും അകത്തേക്ക് പോയി. ആദി തന്റെ ജോലിയിൽ മുഴുകി.
അല്പനേരത്തിന് ശേഷം അകത്തേക്ക് പോയ വൈദ്യനാഥനും കൂട്ടരും പുറത്തേക്ക് വന്നു. റൂമിൽ AC ഇല്ല. പിന്നെ തണുപ്പായതുകൊണ്ട് അത് പോട്ടെന്ന് വെക്കാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ 12 പേരുണ്ട്. 5 പെണ്ണുങ്ങളും 7 പുരുഷന്മാരും. എല്ലാവർക്കും കൂടി 2 റൂം പോരാതെ വരും. റൂമുകളെല്ലാം ചെറുതാണ്. അല്പനേരം ചിന്തിച്ചതിന് ശേഷം ആദി വൈദ്യനാഥനോടായി പറഞ്ഞു, എനിക്ക് താമസിക്കാൻ ഇവിടെ ഒരു മുറിയുണ്ട്. എങ്കിലും അച്ഛന് വയ്യാത്തത് ഞാൻ വീട്ടിലേക്ക് പോകും. ആ റൂം നിങ്ങൾ ഉപയോഗിച്ചോളൂ. റെന്റ് അല്പം കൂടുതൽ തന്നാൽ മതി. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. വൈദ്യനാഥൻ നമ്പൂതിരിയുടെ ഒപ്പം വന്നവരെല്ലാം കലവില കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. വരാന്തയിലെ ആൾത്തിരക്കൊഴിഞ്ഞു. ധർമ്മശാലയുടെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന തിവാരിയുടെ കാറും ഗേറ്റ് കടന്നുപോയി. ഹർഷസുന്ദരി എന്ന ധർമ്മശാലയുടെ മുറ്റത്ത് വലിയൊരു ഏഴിലമ്പാലയുണ്ട്. യക്ഷി പാർക്കുന്നൊരു മരമായിട്ടല്ല നോർത്ത് ഇന്ത്യക്കാർ പാലയെ കാണുന്നത്. അവർക്കത് കേവലം ഒരു തണൽ വൃക്ഷം മാത്രമാണ്. മുറ്റത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന ഏഴിലമ്പാലക്കരികിൽ തന്നെ നിറയെ വള്ളിച്ചെടികളും മറ്റു തണൽ മരങ്ങളും നിൽപ്പുണ്ട്. ഏഴിലമ്പാലയുടെ ഇലകളെ ആകമാനം മുലച്ചുകൊണ്ട് തണുത്ത ഒരു കാറ്റ് ആദ്യ തഴുകി പ്രധാന വാതിലിലൂടെ അകത്തേക്ക് വീശി. ആ കാറ്റ് വീശിയതോടെ അവിടെ തങ്ങി നിന്ന തണുപ്പ് അല്പമൊന്നു കൂടി. അന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് കണ്ണുകൾ ഓടിച്ചുകൊണ്ടിരുന്ന ആദിദേവിന്റെ ശരീരം ആ കുളിർക്കാറ്റേറ്റ് വിറച്ചു തുള്ളി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പെൺകുട്ടി ഓടിപ്പാഞ്ഞ് തുറന്നിട്ട മെയിൻ ഡോറിലൂടെ അകത്തേക്ക് പോയി. അവളുടെ പാദചിരക്കിലുക്കം മാത്രമേ ആദി കേട്ടുള്ളൂ. അവൻ പത്രത്താളുകളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഡോറിനരിയിലേക്ക് നോക്കി. പെൺകുട്ടി അപ്പോഴേക്കും അകത്തേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. സ്വർണ്ണക്കസവുള്ള പട്ടുപാവാടയായിരുന്നു അവളുടെ വേഷം. നമ്പൂതിരിപ്പാടിന്റെ കൂടെ വന്നതായിരിക്കും. അങ്ങനെ ഓർത്തുകൊണ്ട് ആദി പത്രത്താളുകൾ മറിച്ചു. അപ്പോൾ വീണ്ടും ആ കൊലുസിന്റെ ശബ്ദം അവൻ കേട്ടു. അകത്തേക്ക് ഓടിപ്പാഞ്ഞുപോയ ആ പെൺകുട്ടി അതാ 2 കൈകളും കതകിന്റെ പടിയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ എന്നതുപോലെ നിൽക്കുന്നു. അവളുടെ പിൻഭാഗമാണ് ആദിയുടെ കണ്ണിൽപ്പെട്ടത്. കറുത്ത ചുരുളൻ മുടി അഴിച്ചിട്ടിരിക്കുന്നു. പാദങ്ങൾ മറച്ചിരിക്കുന്ന കസവ് പുടവ. തിടുക്കത്തിൽ അകത്തേക്ക് പോകാൻ തുനിഞ്ഞവൾ തലചെരിച്ച് ആദിയെ ഒന്ന് നോക്കി. ഒരു നിമിഷത്തേക്ക് അവളുടെയും ആദിയുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. ഒരുക്കങ്ങളൊന്നുമില്ലായിരുന്നു ആ മുഖത്ത്. പേരിന് കടുകുമണിയോളം വലിപ്പമുള്ള ഒരു മുക്കുത്തി മാത്രം ആ മൂക്കിന്റെ അറ്റത്തുണ്ടായിരുന്നു. തിടുക്കത്തിൽ നോട്ടം പിൻവലിച്ച് അവൾ വാതിൽപ്പടി കടന്ന് അകത്തേക്ക് പോയി. കുറച്ച് നിമിഷത്തേക്ക് ആദിയുടെ കണ്ണുകൾക്ക് മുന്നിൽ അവളുടെ മുഖം തെളിഞ്ഞു നിന്നു. ചുറ്റുമൊന്ന് നോക്കിയതിനു ശേഷം ആദി വാതിനരികിൽ ചെന്ന് അകത്തേക്ക് എത്തി നോക്കി. ഹാളിലെങ്ങും അവളെ കണ്ടതില്ല. സ്റ്റെയർ കയറി അവൾ മുകളിലത്തെ മുറിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ആദി തന്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. വൈകുന്നേരമായതോടെ തണുപ്പൽപ്പം കൂടി. ചെറിയൊരു മൂടൽമഞ്ഞ് പുറത്താകെ വ്യാപിച്ചു. തണുപ്പ് വീണെങ്കിൽ കൂടിയും നിരത്തുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു 9 മണിയാവുമ്പോഴേക്കും വീട്ടിലേക്ക് മടങ്ങണം. അല്ലെങ്കിൽ അച്ഛൻ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. ആദിയുടെ അച്ഛൻ 19-ാം വയസ്സിൽ ഈ വാരണാസിയിൽ വന്നതാണ്. പണ്ടത്തെ 10ാം ക്ലാസ്സുകാരനായതിനാൽ ധർമ്മശാലയിൽ ജോലി കിട്ടി. അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം ഇവിടെ തന്റെ ജോലിയിൽ തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി വരും. മുട്ടിന് വേദന തുടങ്ങിയതോടെ ജോലി നിർത്തി വീട്ടിൽ നിൽക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും നിർബന്ധിച്ചതാണ്. പക്ഷേ ഈ കാശി മഹാദേവനെയും ഇവിടുത്തെ തെരുവുകളെയും മറന്ന് അയാൾക്കൊരു ജീവിതമില്ല. 2 വർഷമായിട്ട് 3ാമത്തെ മകൻ ആദിയെയും അദ്ദേഹം ഒപ്പം കൂട്ടി. ശിവക്ഷേത്രത്തിന് കുറച്ചകലെ ഒരു വീട് വാടകയ്ക്കെടുത്താണ് 2 ആളുടെയും താമസം. വൈകുന്നേരമായതോടെ കാശി മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള തെരുവുകളിൽ വർണ്ണ ലൈറ്റുകൾ മിന്നിത്തെളിയാൻ തുടങ്ങി. ഏറെ പഴക്കമുള്ള ഇവിടുത്തെ തെരുവുകൾക്കും 84 ഘാട്ടുകൾക്കും പറയാനേറെയുണ്ട്. അതിനിഗൂഢമായ രഹസ്യങ്ങൾ ഉറങ്ങുന്ന കാശി മഹാദേവന്റെ മണ്ണിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നീട് പലർക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നില്ല. സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു. ദശാശ്വമേധ ഘാട്ടിൽ
ഗംഗാരതി ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നു. ധർമ്മശാലയിൽ വന്നെത്തിയിരിക്കുന്നവരെല്ലാം ഓരോരോ കൂട്ടമായി ക്ഷേത്രത്തിലേക്ക് പോയി തുടങ്ങി. വൈദ്യനാഥൻ നമ്പൂതിരിയുടെ കൂടെ വന്ന കുറച്ചുപേർ പുറത്തേക്കിറങ്ങി ഗേറ്റ് കടന്നുപോയി. ആദിയുടെ നോട്ടം മെയിൻ ഡോറിന് നേർക്കായിരുന്നു. അവന്റെ കണ്ണുകൾ മുൻപ് കണ്ട ആ പെൺകുട്ടിയെ തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അല്പനേരം കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ചുപേർ പുറത്തേക്ക് പോയി. ആ കൂട്ടത്തിലൊന്നും ആ പെൺകുട്ടി ഇല്ലായിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മശാലയിലെത്തിയ ഏറെ പേരും ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞു. റിസപ്ഷനടുത്തുള്ള വരാന്തയിലും മുറ്റത്തും ഇപ്പോൾ ആരും തന്നെയില്ല. ഗേറ്റ് കീപ്പറായ ഹരികേഷ് ഒരു ബീഡിയും വലിച്ച് റോഡിലേക്ക് നോക്കി ഇരിപ്പുണ്ട്. തണുപ്പ് ഏറി വരികയാണ്. പകൽ എപ്പോഴോ ഊരിമാറ്റിയ ജാക്കറ്റ് എടുത്ത് ധരിച്ചുകൊണ്ട് ആദി തന്റെ ചെയറിലിരുന്നു. അകത്തുനിന്ന് ആ കൊലുസിന്റെ ശബ്ദം ആദിയുടെ കാതിൽ പതിഞ്ഞു. ഇമകൾ അനക്കാതെ അവൻ വാതിൽ നേർക്ക് നോട്ടമയച്ചു. വൈദ്യനാഥൻ തിരുമേനിയുടെ ഒപ്പം വന്ന കുറച്ചുപേർ ഡോറ് കടന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ നിരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അവരുടെ പിന്നാലെ ആ പെൺകുട്ടിയും വളരെ പതുക്കെ വരാന്തയിലേക്ക് ഇറങ്ങി. ആദിയുടെ കണ്ണുകൾ വിടർന്നു. ആ പെൺകുട്ടി അപ്പോഴും അവനെ ഒന്ന് നോക്കി. ഒരു സ്വപ്നലോകത്തിൽ എന്നതുപോലെയാണ് അവളുടെ ഒരു നടപ്പ്. അവൾ ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോൾ ആദിയും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. ധർമ്മശാലയുടെ മേൽനോട്ടക്കാരനായ രാംകുമാർ സേഠിനോട് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിടുക്കത്തിൽ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. എന്താണെന്നറിയില്ല, ഇതുവരേക്കും ഒരു പെണ്ണിന്റെയും മുഖത്ത് നോക്കാതെ താനിപ്പോൾ ഇവളുടെ പിന്നാലെ പായാനായി തിടുക്കം കൂട്ടുന്നു. അവൾ ആൾക്കൂട്ടത്തിൽ മറയുന്നതിന് മുമ്പ് തന്നെ അവളെ പിന്തുടരണമെന്ന് ആദിക്ക് തോന്നി. അവളുടെ കൂട്ടത്തിൽ വന്നവരെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. മറ്റാരെയും ശ്രദ്ധിക്കാതെ എവിടേക്കും നോക്കാതെയാണ് അവളുടെ നടപ്പ്. ഏതോ ഒരു കാന്തിക ശക്തി തന്നെ അവളിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്ന് ആദി ഉറപ്പിച്ചു. പല പ്രാവശ്യവും ആദി അവളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ നോക്കിയെങ്കിലും ആ പെൺകുട്ടി തന്റെ കൃഷ്ണമണികൾ പോലും ചലിപ്പിക്കാതെ ഒരേ നടത്തമാണ്. കാശി മഹാദേവന്റെ നടയിലേക്കെത്താൻ പല വഴികളുണ്ട്. പക്ഷേ അവർ നടന്നു നീങ്ങിയത് ദശാശ്വമേധ ഘാട്ടിലേക്കാണ്. ഗംഗാതീരത്ത് നടക്കുന്ന ആരതി അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ശാന്തമായി ഒഴുകി നീങ്ങുന്ന ഗംഗയെ ഒഴിയുന്ന തട്ടുവിളക്കുകളുടെ ആരതി. കീർത്തനങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ട് ആ വിളക്കുകളാൽ താളത്തിൽ പവിത്രമായ ഗംഗയെ അമ്മയായി സങ്കല്പിച്ച് ഗംഗയുടെ തീരത്ത് നടക്കുന്ന ഈ ആരതി കാണുവാൻ ദശാശ്വമേധ ഘാട്ടിലേക്ക് എത്തുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ഭക്തജനങ്ങളാണ്. നിരത്തിലെ തിരക്ക് കൂടി. പെൺകുട്ടിയുടെ നടപ്പ് വേഗത്തിലായി. ആദിക്ക് പോകേണ്ടത് അവൻ്റെ വാടക വീട്ടിലേക്കായിരുന്നു. പക്ഷേ കാന്തമിരുമിനെ ആകർഷിക്കുന്നത് പോലെ അവൻ ആ പെൺകുട്ടിയുടെ പിന്നാലെ അങ്ങ് നടക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആൾത്തിരക്കിനിടയിൽ ഒരു അക്കൂരി സന്യാസിയുടെ ദേഹത്ത് തട്ടി ആദി തൻ്റെ നടപ്പ് നിർത്തി. ആ അക്കൂരി സന്യാസിയുടെ ദേഹമാസകലം വാരിപ്പൂശിയ ഭസ്മം ആദിയുടെ മേത്ത് പുരണ്ടു. അവൻ ഭയന്ന് സന്യാസിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അഘോരി ബാബ അവനെ തുറിച്ചു നോക്കി. ഇതിനിടയിൽ ആ പെൺകുട്ടി എവിടെയോ അപ്രത്യക്ഷമായി. ആദി ചുറ്റിനും നോക്കി. അവൾ അവിടെ എങ്ങുമില്ലായിരുന്നു. ആൾത്തിരക്കിനിടയിൽ അവൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ആദിയുടെ കണ്ണുകൾ അവളെ തിരഞ്ഞപ്പോഴും ആ അഘോരി ബാബയുടെ നോട്ടം അവന്റെ മുഖത്തേക്ക് മാത്രമായി തറച്ചു നിന്നു. സന്യാസിയുടെ ചുവന്ന കണ്ണുകളുടെ തീക്ഷ്ണമായ നോട്ടം നേരിടാനാകാതെ ആദി തന്റെ മിഴികൾ താഴ്ത്തി. ഭോലേനാഥ് തുമേ ബച്ചായെങ്കെ, ഇത്രയും പറഞ്ഞ ആ അഘോരി സന്യാസി ആദിയുടെ മുന്നിൽ നിന്ന് നടന്നകന്നു. തന്റെ കൈത്തണ്ടയിലും മുഖത്തും പറ്റിയ ഭസ്മം അവൻ തിടുക്കത്തിൽ തുടച്ചു കളഞ്ഞു. കൈത്തണ്ടയിൽ പറ്റിയിരുന്ന ഭസ്മം അവന്റെ കൈവിരലുകൾ പുരണ്ടപ്പോൾ അവനൊരു വല്ലായ്മ തോന്നി. ആ ഭസ്മത്തിന് ഒരു ചെറു ചൂടുള്ളതുപോലെ അവന് തോന്നി. അഘോരി ബാബയുമായി കൂട്ടുമുട്ടിയപ്പോൾ തന്റെ ദേഹത്ത് പുരണ്ട ആ വിഭൂതിയെ ഏറെ ഭയത്തോടെയാണ് അവൻ നോക്കിക്കണ്ടത്. എന്തെന്നാൽ കാശി മഹാദേവ ക്ഷേത്ര പരിസരത്ത് കാണുന്ന അഘോരി സന്യാസികൾ കൂടുതൽ സമയവും മണികർണിക ഘാട്ടിലാണ് തമ്പടിക്കാറുള്ളത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സദാസമയവും ചിതകളെരിയുന്ന മണികർണിക ഘാട്ടിൽ അഘോരികൾ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങൾ ചെയ്യുന്നു. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും
ഒരുപോലെ നോക്കിക്കാണുന്ന അവർക്ക് ഒന്നിനോടും ആഗ്രഹമോ അറുപ്പോ വെറുപ്പോ ഇല്ല. ചിതയിൽ കത്തിയെരിഞ്ഞ പാതിവെന്ത മനുഷ്യമാംസം പോലും ഒരറപ്പും കൂടാതെ അവർ ഭക്ഷിക്കുന്നു, ശവസാധനം ചെയ്യുന്നു, ചുടലഭസ്മം ദേഹത്ത് വാരി പൂശുന്നു. സാധാരണക്കാർക്ക് ഇതൊന്നും ആലോചിക്കുവാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഏതോ ചുടലിലെ ഭസ്മമാണ് തൻ്റെ ദേഹത്ത് പറ്റിയിരിക്കുന്നത്. അതോർത്തപ്പോൾ തന്നെ ആദിയുടെ നെഞ്ചിടിപ്പേറി. നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. പക്ഷേ അവന് ഈ വഴി വരേണ്ട ആവശ്യമില്ലായിരുന്നു. ആദി തിരിഞ്ഞു നടന്നു. നിരത്തിലെ തിരക്ക് കുറഞ്ഞു വന്നു. അല്പനേരത്തേക്ക് അക്കൂരിയുടെ ഭസ്മം പൂശിയ രൂപം ഓർമ്മയിൽ നിറഞ്ഞങ്ങനെ നിന്നെങ്കിലും മെല്ലെ മെല്ലെ ആ പെൺകുട്ടിയുടെ മുഖം ആദിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവളുടെ ഓർമ്മയിൽ ആദി അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ആൾത്തിരക്കേറിയ വഴിയോരങ്ങൾ തീർത്തും വിജനമായി തീർന്നത് അവൻ അറിഞ്ഞില്ല. 20 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന വീട്ടിലേക്ക് ആദി ഇപ്പോഴും എത്തിപ്പെട്ടില്ല. അപരിചിതമായ വഴിയോരം, അസഹനീയമായ ഗന്ധത്തിനോടൊപ്പം തന്നെ വല്ലാത്തൊരു ചൂടും അവൻ അനുഭവപ്പെട്ടു. ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ അവൻ ചുറ്റും നോക്കി. ചുറ്റുവട്ടത്തെ കാഴ്ചകൾ കണ്ട് അവൻ ആകെ ഭയന്നു പോയി. താൻ എത്തി നിൽക്കുന്നത് ചിതകളെരിയുന്ന മണികണ്ണികാഘാട്ടിലാണ്. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചിതകൾക്കിടയിൽ നിന്ന് ആദിയെ ഒരു തണുപ്പ് പൊതിഞ്ഞു. പതിവായി പോകുന്ന വീട്ടിലേക്കുള്ള വഴി തെറ്റിയെന്ന് അവന് വിശ്വസിക്കുവാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. തനിക്ക് എന്താണ് പറ്റിയത്? താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഒരു ഉത്തരവുമില്ല. കനലെരിയുന്ന ചിതകളിൽ നിന്ന് അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അഘോരി സന്യാസിമാരുടെ മന്ത്രധ്വനികൾ ആദിയിൽ അസ്വസ്ഥതയുണ്ടാക്കി. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവേ ഒരു കൈത്തലം അവൻ്റെ തോളിൽ തിരിഞ്ഞു. നേരത്തെ റോഡിൽ വെച്ച് കണ്ടുമുട്ടിയ അഘോരി ബാബ. ഭയം കൊണ്ട് വിറച്ചവൻ 2 ചുവട് പിന്നോട്ട് വെച്ചു. तुम्हें डरने का जरूरत नहीं है, एक बार और तुम्हें यहाँ आना पड़ेगा, तब तक मैं तुम्हारा इंतजार करूँगा. നിനക്ക് ഭയക്കേണ്ട ആവശ്യമില്ലെന്നും ഒരു തവണ കൂടി നിനക്കിവിടേക്ക് വരേണ്ടി വരുമെന്നും അതുവരെ ഞാൻ നിന്നെ കാത്തിരിക്കുമെന്നൊക്കെയായിരുന്നു ആ അഘോരി ബാബ അവനോട് പറഞ്ഞത്. അപ്പോഴത്തെ അവസ്ഥയിൽ ആദി ആ സന്യാസിയോട് ഒന്നും തന്നെ ചോദിച്ചില്ല. മുന്നും പിന്നും നോക്കാതെ അവൻ പിന്തിരിഞ്ഞോടി. ഇത്രയും വേഗത്തിൽ അവൻ ജീവിതത്തിൽ ഇതുവരെ ഓടിയിട്ടുണ്ടായിരുന്നില്ല. മണികർണികാഘാട്ടിലെ പടികളൊക്കെയും ഓടിക്കയറി അവൻ കിതച്ചുകൊണ്ട് റോഡിലെത്തി. ആദ്യമായിട്ട് ഇവിടേക്ക് വന്നെത്തുന്ന ആൾക്ക് വഴി തെറ്റുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് താൻ അച്ഛനോടൊപ്പം ഈ കാശിയിൽ താമസിക്കുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ വഴികളും തനിക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും ഈ മണികർണികാഘാട്ടിൻ്റെ പരിസരത്തേക്ക് താൻ ഇതുവരെയും വന്നിട്ടില്ല. നിരത്തിൽ ആൾത്തിരക്ക് കണ്ടപ്പോഴേക്കും അവൻ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഓടിക്കിതച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ആദിയുടെ അച്ഛൻ ശങ്കരൻ അവനെയും പ്രതീക്ഷിച്ച് വീടിൻ്റെ ഇറയത്തിരിക്കുന്നുണ്ടായിരുന്നു. മകന്റെ മുഖത്തെ വെപ്രാളവും ഭയവും മനസ്സിലാക്കിയ ശങ്കരൻ അവനോട് പലതും ചോദിച്ചെങ്കിലും ആദി ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. അച്ഛനെ വിഷമിപ്പിക്കണ്ട എന്ന ചിന്തയിലാണ് അവൻ അങ്ങനെ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ശങ്കരൻ ധർമ്മശാലയിലേക്ക് ജോലിക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞെങ്കിലും ആദി അതിന് സമ്മതിച്ചില്ല. അങ്ങനെ അടുത്ത ദിവസവും അച്ഛന് പകരം ആദി ധർമ്മശാലയിൽ ജോലിക്കെത്തി. സമയം കിട്ടിയപ്പോഴെല്ലാം അവൻ ധർമ്മശാലയിലെ മുറികൾക്ക് മുന്നിൽ ചുറ്റിക്കറങ്ങിയെങ്കിലും ആ പെൺകുട്ടി അവൻ്റെ കൺവട്ടത്ത് വന്നതേയില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു നിരാശ അവനുണ്ടായി. എന്താണെന്നറിയില്ല, ആ പെൺകുട്ടിയെ കണ്ട നിമിഷം മുതൽ അവളെ വീണ്ടും വീണ്ടും കാണാൻ കണ്ണുകൾ കൊതിക്കുന്നു. മനസ്സ് വരുതിയിൽ നിൽക്കാതെയായി. 1-2 പ്രാവശ്യം വൈദ്യനാഥൻ നമ്പൂതിരിയും കൂട്ടരും ധർമ്മശാലയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും വരികയും ചെയ്തു. പക്ഷേ ആ കൂട്ടത്തിലൊന്നും ആ പെൺകുട്ടിയെ കണ്ടില്ല. സമയം കടന്നുപോയി. സൂര്യൻ വിട ചൊല്ലിയതോടെ തണുപ്പ് വീണു. മൂടൽമഞ്ഞ് പ്രത്യക്ഷമായി. നിരത്തുകളിൽ നിയോൺ ബൾബുകൾ തെളിഞ്ഞു. ഇന്നത്തെ പകൽ ഏറെ മടുപ്പുളവാക്കി. കാരണം ഒരു തവണ പോലും താൻ കാണാൻ കൊതിച്ച ആ മുഖം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മനോവിഷമത്തിൽ അങ്ങനെ ഇരിക്കുന്ന നേരത്ത് വരാന്തയുടെ അറ്റത്ത് നിന്ന് ആ കൊലുസിൻ്റെ ശബ്ദം അവൻ കേട്ടു തുടങ്ങി.
ആകാംക്ഷയോടെ ആദി അവിടേക്ക് നോക്കി. ഇത്രയും നേരമായി താൻ കാണാൻ കൊതിച്ചിരുന്ന ആൾ അതാ മെല്ലെ നടന്നു വരുന്നു. പക്ഷേ അവൾ പുറത്തേക്കിറങ്ങിയതായി അവൻ കണ്ടില്ലായിരുന്നു. നീലൻ വരാന്തയിലൂടെ അവൾ നടന്നെത്തിയപ്പോഴേക്കും ആദിക്ക് വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെട്ടു. നിശാഗന്ധി പൂക്കളുടെ ഗന്ധമാണോ അത്, അതോ കാട്ടുപൂക്കളുടെ മണമാണോ അതെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ആ സുഗന്ധം ആരെയും മത്തുപിടിപ്പിക്കുന്നതായിരുന്നു. ധർമ്മശാലയ്ക്ക് മുറ്റത്ത് നിന്ന ഏഴിലമ്പാല ചുവട്ടിൽ ചെന്ന് അവൾ അല്പനേരം നിന്നു. പിന്നീട് ഗേറ്റിനരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈദ്യനാഥൻ നമ്പൂതിരിയോടൊപ്പം വന്നവരിൽ ചിലർ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അവരുടെ പിന്നാലെ അവളും അകത്തേക്ക് പോയി. പക്ഷേ ഒരിക്കൽ പോലും അന്നേ ദിവസം അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. അങ്ങനെ ആ 5-ാം ദിവസം എത്തി. ഇന്ന് നമ്പൂതിരിപ്പാട് ഇവിടെ നിന്ന് പോകും, ഒപ്പം ആ പെൺകുട്ടി. അതോർത്തപ്പോൾ തന്നെ ആദിനാഥിന് ഏറെ വിഷമം തോന്നി. കഴിഞ്ഞ 4 ദിവസവും അവളെ പലതവണ കണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. അവളുടെ പേര് പോലും എന്താണെന്നറിയില്ല. ഇന്നെങ്കിലും അത് ചോദിച്ചറിയണം. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വൈദ്യനാഥൻ നമ്പൂതിരിയും സംഘവും വലിയ ബാഗുകളൊക്കെ തൂക്കി ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി. ആദ്യം വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടന്നില്ല. നമ്പൂതിരിയുടെ കൂടെ വന്ന സ്ത്രീകൾക്കിടയിൽ അവളുടെ മുഖം ഒരു തവണ കാണാൻ കഴിഞ്ഞെങ്കിലും അവളോട് സംസാരിക്കാൻ പറ്റിയ ഒരു അവസരവും ഒത്തുവന്നില്ല. ധർമ്മശാലയിലെ മുറികൾ ഒഴിഞ്ഞതോടെ ആ മുറികളിലേക്ക് അടുത്ത കൂട്ടരെത്തി. അവരുടെ പേരും അഡ്രസ്സും രജിസ്റ്ററിൽ എഴുതുന്ന തിരക്കിനിടയിൽ താക്കോൽ ഏൽപ്പിച്ച് റെന്റും കൊടുത്ത് വൈദ്യനാഥൻ നമ്പൂതിരിയും കൂട്ടരും പുറത്ത് പാർക്ക് ചെയ്ത 2 കാറുകളിലായി അവിടം വിട്ടുപോയി. കാറുകൾ ഗേറ്റ് കടന്നു പോയ സമയത്ത് ഒരാവർത്തി ആദി എത്തി നോക്കി. നിരത്തിലെ തിരക്കിലെവിടെയോ ആ വാഹനങ്ങൾ മറഞ്ഞുപോയി. എന്നിട്ടും ആ മുഖം മാത്രം അവന്റെ മനസ്സിൽ മായാതെ നിന്നു. അടുത്ത ദിവസം മുതൽ ആദിദേവന്റെ അച്ഛൻ ശങ്കരൻ ജോലിയിൽ കയറി. ആദിക്ക് ആകെ മടിയായി. ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആൾ ഒത്തിരി ദൂരേക്ക് പോയതുപോലെയാണ് അവന് തോന്നിയത്. സമയം കടന്നു പോകാതെയായി. പകലിനും രാത്രിക്കും ദൈർഘ്യമേറി. ഒന്നിനോടും ഒരു താല്പര്യവും അവന് തോന്നിയില്ല. ചിരിയും വർത്തമാനവും ഇല്ലാതെ ഏതു നേരവും അവൻ എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പായി. കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. എന്ത് പറ്റി നിനക്ക്? ആകെപ്പാടെ ഒരു ഉഷാറില്ലായ്മ. അച്ഛന്റെ ചോദ്യം കേട്ട ഉടനെ ആദി പറഞ്ഞു. നാട്ടിലൊന്ന് പോയി വന്നാലോ എന്ന് ആലോചിക്കുക. എല്ലാവരെയും കാണുവാൻ ഒരു ആശ. മകന്റെ ആഗ്രഹത്തിന് അച്ഛൻ തടസ്സമൊന്നും പറയാൻ പോയില്ല. ആ സമയം ശങ്കരൻ ആദിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് കുറച്ച് മലയാളികൾ ധർമ്മശാലയിൽ എത്തിയിരുന്നല്ലോ. അവരൊരു ബാഗ് റൂമിൽ വെച്ച് മറന്നുപോയി. റൂം ക്ലീൻ ചെയ്തപ്പോൾ അതാരോ സേഠ്ജിയെ ഏൽപ്പിച്ചു. ഇന്നലെ വൈദ്യനാഥൻ എന്നൊരാൾ ഫോൺ വിളിച്ചിരുന്നു. മറന്നു വെച്ച ബാഗിനെ പറ്റി അയാൾ അന്വേഷിച്ചു. അയാളുടെ ID കാർഡും ആധാർ കാർഡും പിന്നെ കുറച്ച് പണവുമാണ് ആ ബാഗിലുള്ളത്. അതൊന്ന് കൊറിയർ വഴി അയക്കാമോ എന്ന് അയാൾ ചോദിച്ചിരുന്നു. നെല്ലേപ്പള്ളിയിലാ അദ്ദേഹത്തിന്റെ വീട്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം അവിടേക്കില്ലല്ലോ. അതിനാൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, നീ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. മറന്നു വെച്ച സാധനം അവിടെ എത്തിച്ചോളാമെന്നും. ഇതാ ഫോൺ നമ്പർ, ആവശ്യം വരികയാണെങ്കിൽ വിളിക്കാലോ. അച്ഛന്റെ ആ വാക്കുകൾ കേട്ടതോടെ ആദിദേവിന് ഒരു ഉന്മേഷവും ഉണർവും ഉണ്ടായി. വൈദ്യനാഥൻ തിരുമേനിയുടെ ID കാർഡിലെ അഡ്രസ്സ് താൻ മനപ്പാടമാക്കിയിരുന്നു. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് എന്തും പറഞ്ഞു ചെല്ലുമെന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് അച്ഛന്റെ വായിൽ നിന്ന് ഈ ഒരു വാർത്ത കേട്ടത്. അങ്ങനെ അച്ഛന്റെ സമ്മതത്തോടെ തന്നെ ആദിദേവ് തന്റെ നാടായ മീനാക്ഷിപുരത്തേക്ക് തിരിച്ചു. വീട്ടിലെത്തി 2 നാൾ കഴിഞ്ഞപ്പോഴേ ആദി വാണിയത്തുശ്ശേരി മനയിലേക്ക് യാത്രയായി. 3-4 പ്രാവശ്യം അവൻ അച്ഛൻ കൊടുത്ത നമ്പറിൽ കോൾ ചെയ്തെങ്കിലും അത് നോട്ട് റീച്ചബിൾ ആയിരുന്നു. അങ്ങനെ ആ അഡ്രസ്സ് തിരഞ്ഞു പിടിച്ച് അവൻ വാണിയത്തുശ്ശേരി മനയ്ക്ക് മുന്നിലെത്തി. താൻ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചതുപോലെ അവന് തോന്നി. മനയിലേക്ക് എത്തിപ്പെടാൻ അവന് നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. ബസ് റൂട്ടില്ലാത്ത ഒരു റോഡായിരുന്നു അത്.
ഒരു സൈക്കിൾക്കാരൻ പയ്യൻ സഹായിച്ചതുകൊണ്ട് അവൻ വാണിയത്തുശ്ശേരി മനയുടെ മുന്നിലെത്തി നിന്നു. അടുത്തൊന്നും മറ്റു വീടുകളില്ലാത്ത ഒറ്റപ്പെട്ട ഒരു നാലുകെട്ട്. മതിലിനകത്തും പുറത്തുമായി ഉയരം കൂടിയ മരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്നുണ്ട്. പടർന്നു നിൽക്കുന്ന വൃക്ഷത്തലപ്പുകൾ കാരണം അവിടെ മാകെ ഒരു ഇരുളിമ വ്യാപിച്ചിരുന്നു. പടിപ്പുരയ്ക്കരികിൽ പരിങ്ങി നിന്ന ആദിയെ കണ്ട് ഒരാൾ അവിടേക്ക് വന്നു. അവൻ അയാളോട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ചിരിച്ചുകൊണ്ട് അവനെ അകത്തേക്ക് ക്ഷണിച്ചു. കർപ്പൂരത്തിൻ്റെയോ നെയ്യിൻ്റെയോ ഒരു ഗന്ധം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതായി ആദിക്ക് തോന്നി. ഏറെ പഴക്കം ചെന്ന ഒരു നാലുകെട്ടായിരുന്നെങ്കിലും അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഉമ്മറത്തെ സോഫയിൽ ആദിയോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ആ മനുഷ്യൻ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ വൈദ്യനാഥൻ നമ്പൂതിരി അവിടേക്കെത്തി. നമ്പൂതിരിയെ കണ്ട ആദി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. ഇരിക്കുക. ഇങ്ങോട്ടേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? അല്പം ബുദ്ധിമുട്ടി. തന്നെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഓ, അത് സാരമില്ല. എനിക്ക് വീട്ടിൽ വരേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിവിടേക്ക് എത്തിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസവും ഉണ്ടായില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദി തൻ്റെ കൈവശം സൂക്ഷിച്ച ബാഗ് നമ്പൂതിരിക്ക് കൈമാറി. ബാഗ് തുറന്നു നോക്കിയ അദ്ദേഹം തൃപ്തിയോടെ അത് മടിയിലേക്ക് വെച്ചു. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി താൻ. നമ്പൂതിരി ആ പറഞ്ഞത് ആദിക്കേറെ ഇഷ്ടമായെങ്കിലും ഒരു ഗമയ്ക്ക് അവൻ പറഞ്ഞു, അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അന്ന് കാശിയിൽ വന്നപ്പോൾ താൻ തൻ്റെ മുറി തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ തന്നില്ലേ? 2 ദിവസം ഇവിടെ തങ്ങിയിട്ട് പോയാൽ മതി. ഇനി മറുത്തൊന്നും പറയണ്ട. ആദി ഒരു ചിരിയോടെ സമ്മതമറിയിച്ചു. അന്ന് ചില വഴിപാടുകൾ ചെയ്യാനാണ് ഞങ്ങൾ കാശി മഹാദേവ ക്ഷേത്രത്തിൽ വന്നത്. പക്ഷേ അപ്പോൾ കൂടെയുണ്ടായിരുന്നവരൊന്നും തന്നെ ഇന്നിവിടെ ഇല്ല. അവരെല്ലാം വന്നിടത്തേക്ക് തന്നെ തിരിച്ചുപോയി. പലരുടെയും താമസം ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെയാ. ഇവിടെ ഇപ്പോൾ ഞാനും എൻ്റെ മോൾ പാർവതിയും എൻ്റെ ഏട്ടനുമാണ് താമസിക്കുന്നത്. ആ സമയം ഒരു കുപ്പിവള കിലുക്കം കേട്ട് ആദി തിരിഞ്ഞു നോക്കി. വാതിൽപ്പാളിയിൽ കരിവളയിട്ട ഒരു കൈ ദൃശ്യമായി. പക്ഷേ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്ന പെൺകുട്ടിയുടെ മുഖം അവൻ വ്യക്തമായി കണ്ടതുമില്ല. പിന്നീട് വൈദ്യനാഥൻ നമ്പൂതിരിയുടെ ആവശ്യപ്രകാരം കാര്യസ്ഥൻ അവനെ മനയുടെ തെക്കിനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്പം കഴിഞ്ഞപ്പോൾ കാര്യസ്ഥൻ വീണ്ടും ആദിയുടെ അരികിലെത്തി. അയാളുടെ കയ്യിൽ 1-2 പുതിയ കസവ് മുണ്ടുകളും മേൽമുണ്ടുകളും ഉണ്ടായിരുന്നു. അത് ടേബിളിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ തങ്ങണമെന്നോർത്തല്ലോ വന്നത്. വലിയ നമ്പൂതിരി തന്നയച്ചതാ ഇത്. കുളിച്ചിട്ട് വരിക, ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ആദിദേവ് ഒരു മൂളലിൽ മറുപടി ഒതുക്കി. അവൻ്റെ മനസ്സിൽ വാതിൽപ്പാളിക്ക് പിന്നിൽ മറഞ്ഞു നിന്ന കരിവളയിട്ട കൈകൾ മായാതെ നിന്നു. വൈദ്യനാഥൻ നമ്പൂതിരിയുടെ മകൾ പാർവതിയാണോ അത്? താൻ ധർമ്മശാലയിൽ കണ്ടത് അവളെയാണോ? നേരെ മിരുട്ടുന്നതിന് മുമ്പ് മനയിലെ കുളത്തിലോ അല്ലെങ്കിൽ കിണറ്റിൻകരയിലോ കുളിയാവാം. ഇരുട്ടാൻ നോക്കി നിൽക്കണ്ട. ദുർമരണങ്ങൾ പലതും നടന്ന മനയായത്. ആദിയുടെ സംശയം നിറഞ്ഞ നോട്ടം കണ്ട് കാര്യസ്ഥൻ തിക്കും ബുക്കും നോക്കി. എന്നിട്ട് പറഞ്ഞു, വീട് കഴിഞ്ഞു പോകണമല്ലോ എന്നോർത്ത് നിൽക്കുന്നതാ ഞാനിവിടെ. ജീവനിൽ കൊതിയുണ്ടെങ്കിലും പ്രാരാബ്ദങ്ങളേറെയുണ്ടേ. അതാ ഈ നാലുകെട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. അരയിലും കഴുത്തിലും കയ്യിലും അങ്ങനെ പറ്റാവുന്നിടത്തെല്ലാം ദേഹരക്ഷകൾ പലതും കെട്ടിയാ ഞാനിവിടെ ജീവിച്ചു പോകുന്നത്. അതിനും മാത്രം എന്താ ഈ മനയിലുള്ളത്? ആദിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ കാര്യസ്ഥൻ പ്രഭാകരൻ നായരുടെ മുഖത്ത് ചോരമയം തീർത്തും അങ്ങനെ ഇല്ലാതായതുപോലെ അയാൾ വിളറി വെളുത്തു. അതൊന്നും പറഞ്ഞാൽ തീരില്ല. ഇയാൾക്കൊന്നും മനസ്സിലാവുകയുമില്ല. ദേ, ഈ നാലുകെട്ടിൽ പുകമറ പോലെ പലതും കാണും. ജീവനുള്ളതുപോലെ മുന്നിൽ വന്നങ്ങടെ നിൽക്കും. ഈ ദേഹരക്ഷകളൊന്നുമില്ലാത്ത സമയത്ത് ഈ നാലുകെട്ടിൻ്റെ പരിസരത്ത് പല രൂപങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആദിക്ക് അത് കേട്ട് ചിരിയാണ് വന്നത്. ഓ, നീ ചിരിച്ചോ? കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നാണല്ലോ ചൊല്ല്. പതിയെ നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. സന്ധ്യയാകുന്നതേയുള്ളൂ.
മനയുടെ പരിസരത്ത് മുഴുവനും നല്ല ഉയരമുള്ള വൃക്ഷങ്ങളാണ്. അതിനാൽ ചീവീടുകളുടെ ശബ്ദം ഇടതടവില്ലാതെ കേൾക്കുന്നുണ്ടായിരുന്നു. ആദി കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ചുറ്റുകോവണി ഇറങ്ങി താഴത്തേക്ക് വന്ന സമയത്ത് ആദിക്കേറെ പരിചയമുള്ള ആ കൊലുസിന്റെ ശബ്ദം ഇടനാഴിയിൽ എവിടെയോ നിന്ന് കേട്ടു. പിന്നെ മറ്റെല്ലാം മറന്ന് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ പോലും അറിയാതെ അവൻ്റെ കാലുകൾ നടന്നു തുടങ്ങി. ഇടനാഴിയും നടത്തളവും പിന്നിട്ട് ആ ശബ്ദം പിന്നീട് വലിയൊരു മുറിയിലായി കേൾക്കാൻ തുടങ്ങി. ആദി ഓടി ആ മുറിക്കടുത്തെത്തി. കതക് അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. പക്ഷേ ജനൽപ്പാളികൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവൻ ആ തുറന്നു കിടന്ന ജനലിലൂടെ അകത്തേക്ക് നോക്കി. കൊത്തുപണികൾ നിറഞ്ഞ വലിയൊരു കട്ടിൽ, അതിനടുത്ത് വച്ചിരിക്കുന്ന തടിയലമാരയിൽ നീലൻ കണ്ണാടി. പക്ഷേ താൻ കാണാൻ കൊതിച്ച ആ ആളെ മാത്രം അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. താനെന്താ ഇവിടെ നിൽക്കുന്നത്? ജനലഴികൾ പിടിച്ചകത്തേക്ക് നോക്കി നിന്ന ആദി പിന്നിൽ നിന്ന് വന്ന ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. താൻ കാണാൻ കൊതിച്ച ആ മുഖം, ആ കരിവള കൈകൾ, ധർമ്മശാലയുടെ മുറ്റത്തും തൊടിയിലും കണ്ട അതേ പെൺകുട്ടി. കുറച്ച് നിമിഷത്തേക്ക് ആദിക്ക് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. താൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അച്ഛൻ തന്നെ തിരക്കുന്നുണ്ട്. വേഗം കുളിച്ചിട്ട് ഡൈനിങ് റൂമിലേക്ക് പോന്നോളൂ. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. പാർവതി. ആദിയുടെ ആ വിളിയേട്ട് അവൾ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നോക്കി. താനെന്താ ഒരു പരിചയവുമില്ലാത്തതുപോലെ പെരുമാറുന്നത്? കാശിക്ക് വന്ന സമയത്ത് ധർമ്മശാലയിൽ വെച്ച് എന്നെ പലതവണ നോക്കിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്താണെന്നറിയില്ല, താൻ അവിടെ നിന്ന് പോയപ്പോൾ മുതൽ മനസ്സിനുള്ളിൽ ഒരു വിങ്ങലായിരുന്നു. ഇനിയും ഇനിയും കാണാൻ ഒരു തോന്നലുണ്ടായി. പാർവതി അവനെ അത്ഭുതത്തോടെ നോക്കി. എന്നെ താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതും ധർമ്മശാലയിൽ വെച്ച്? അതെ, താൻ വൈദ്യനാഥൻ നമ്പൂതിരിയുടെ കൂടെ അവിടെ 5 ദിവസം തങ്ങിയില്ലേ? തനിക്ക് ആള് മാറിയതായിരിക്കും. ഞാൻ അച്ഛൻ്റെ ഒപ്പം അവിടേക്ക് വന്നിട്ടില്ല. ചുമ്മാ തമാശ പറയല്ലേ പാർവതി. സത്യത്തിൽ ഞാൻ ഇയാളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്തടം വരെ വന്നത്. പാർവതി ആദ്യ രൂക്ഷമായൊന്ന് നോക്കി. ശേഷം അവിടെ നിന്ന് നടന്നു നീങ്ങി. അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല. തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ പാർവതി പറഞ്ഞ ഒരു നുണയായിട്ട് മാത്രമേ ആദി അതിനെ കണ്ടുള്ളൂ. കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്ന സമയത്തും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ അവൻ കേട്ടു. അവൻ വേഗത്തിലൊന്ന് കുളിച്ചതിന് ശേഷം ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിനരികിൽ വൈദ്യനാഥൻ നമ്പൂതിരി ഇരിപ്പുണ്ടായിരുന്നു. പാർവതി ആഹാരം വിളമ്പുകയാണ്. ആദ്യ കണ്ട നമ്പൂതിരി അവനെ അടുത്ത് പിടിച്ചിരുത്തി. അല്പസമയത്തിന് ശേഷം നമ്പൂതിരിയുടെ ജ്യേഷ്ഠനും അവിടേക്കെത്തി. ആഹാരം കഴിക്കുന്നതിനിടയിൽ വൈദ്യനാഥനും അയാളുടെ സഹോദരനും ആദിയോട് പലതും ചോദിച്ചു. വീടും വീട്ടുകാരെയും കുറിച്ച് ചോദിച്ചു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അവൻ്റെ നോട്ടം പാർവതിയുടെ മുഖത്തേക്കായിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആഹാരം വിളമ്പിയതിനു ശേഷം കിച്ചണിലേക്ക് നടന്നു. അത്താഴം കഴിച്ചു കഴിഞ്ഞ് ആദി റൂമിൽ വന്നു കിടന്നു. പുതിയ സ്ഥലമായതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ ആ രാത്രി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു ദാഹം തോന്നിയതിനാൽ ആദി ബെഡിൽ നിന്ന് എണീറ്റു. ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അവൻ വീണ്ടും കിടക്കാനായി ഒരുങ്ങി. ആ സമയം തുറന്നു കിടന്ന ജനൽപ്പാളിയിലൂടെ അവൻ്റെ നോട്ടം തൊടിയിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരു സ്ത്രീരൂപത്തിൽ പതിഞ്ഞു. ആദ്യം അവനൊന്ന് ഭയന്നെങ്കിലും അത് പാർവതിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ വേഗം മുറി തുറന്ന് അവിടേക്ക് ചെന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആളെ കണ്ടതുമില്ല. അടുത്ത ദിവസം പുലർച്ച കാര്യസ്ഥൻ ചായയുമായി കഥകൾ തട്ടി വിളിച്ചപ്പോഴാണ് ആദി ഉണർന്നത്. താൻ വന്നപ്പോൾ മുതൽ അകത്ത് കയറി വാതിലടച്ചിരിപ്പാണല്ലോ. ഒന്നുമില്ലെങ്കിലും തനിക്കിവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടുകൂടെ? ഈ മനയെപ്പറ്റിയും ഇവിടെ താമസിക്കുന്നവരെ പറ്റിയും അറിയണമെന്നുണ്ട്. ഒന്ന് ഫ്രഷായിട്ട് ഞാൻ വരാം. കാര്യസ്ഥൻ പോയപ്പോഴേ ആദി കുളിച്ചൊരുങ്ങി മുറ്റത്തേക്ക് ചെന്നു.
മുറ്റത്തൊരു തഴപ്പായിൽ വറ്റൽമുളക് ഉണക്കാനിടുകയായിരുന്നു പാർവതി. പാർവതിയെ കണ്ടപ്പോൾ ആദ്യം അവളുടെ അരികിലേക്ക് ചെന്നു. താനിങ്ങനെ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കാൻ മാത്രം ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അവൾ അവനെ രൂക്ഷമായി നോക്കി. ചമയങ്ങളൊന്നുമില്ലാത്ത ഈ മുഖം ദേഷ്യം കൊണ്ട് ചുമക്കുന്നത് കാണാനും നല്ല രസമാണ്. തൻ്റെ പുന്നാര വർത്തമാനമൊന്നും എന്നോട് വേണ്ട. ഇവിടെ നിന്ന് വേഗം പോകുന്നതായിരിക്കും തനിക്ക് നല്ലത്. ദേഷ്യമാകാം, എന്നാൽ ഇത്രയ്ക്കങ്ങ് വേണ്ട കേട്ടോ. ഞാനിവിടെ നിന്ന് പൊയ്ക്കോളാം. പോകാൻ വേണ്ടി തന്നെയാണ് വന്നതും. ഇയാളെ കാണാനായിരുന്നു ആശ. അന്ന് ധർമ്മശാലയിൽ വെച്ച് കണ്ടപ്പോൾ കണ്ട് കൊതി തീർന്നില്ല. വീണ്ടും കാണണമെന്ന് തോന്നി. അതാ ഇങ്ങോട്ട് തിരിച്ചത്. അവിടെ താൻ കണ്ടത് എന്നെയല്ല, തന്നെ അവളാ ഇവിടെ എത്തിച്ചത്. ഇനി വിശ്വാസമില്ലെങ്കിൽ എൻ്റെ കൂടെ വാ. ശങ്കിച്ചു നിന്ന ആദിദേവിനെ പാർവതി മനയുടെ അകത്തേക്ക് ക്ഷണിച്ചു. തൻ്റെ സംശയമെല്ലാം തീർക്കാനുള്ള ഉത്തരങ്ങൾ എൻ്റെ കൈവശമുണ്ട്, വരൂ. അവളുടെ വാക്കുകൾക്ക് ഒരു മയവുമില്ലായിരുന്നു. ആദിയോടുള്ള കൽപ്പനയായിരുന്നു അത്. ആദി മറുത്തൊരക്ഷരം പറയാതെ പാർവതിയുടെ പിന്നാലെ ചെന്നു. നടുത്തളവും ഇടനാഴിയും കടന്ന് അവർ ഒരു മുറിക്ക് മുന്നിലെത്തി നിന്നു. ചിത്രപ്പണികളുള്ള ആ മുറി അവൾ മലർക്കി തുറന്നു. അകത്തേക്ക് കയറി. ആദിദേവ് സംശയത്തോടെ ആ മുറിയുടെ പുറത്തു തന്നെ നിന്നു. മടിക്കേണ്ട, അകത്തേക്ക് വരൂ. പാർവതി ആദിയെ അകത്തേക്ക് ക്ഷണിച്ചതിന് ശേഷം കട്ടിലിനടിയിൽ നിന്ന് വലിയൊരു പെട്ടി വലിച്ചു പൊക്കി കട്ടിലിന് മുകളിലേക്ക് വെച്ചു. പിന്നീട് ആ പെട്ടി തുറന്ന് അതിൽ നിന്ന് ചില പഴയ ആൽബങ്ങൾ പുറത്തേക്കെടുത്തു. അതിലെ ഫോട്ടോസുകൾ കാണിച്ചുകൊണ്ട് അവൾ ആദിയോട് പറഞ്ഞു, താൻ കണ്ടത് ഇവളെ ആയിരിക്കും. ആദി അപ്പോഴും ചിരിച്ചു. അതെ, ഞാൻ ഇവളെയാ കണ്ടത്. ഇത് തൻ്റെ ഫോട്ടോയല്ലേ? അല്ല, ഇതെൻ്റെ ഫോട്ടോയല്ല. എൻ്റെ ഇരട്ട സഹോദരി ദേവികയുടെ ഫോട്ടോയാണിത്. അവൾ മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. താൻ ചവിട്ടി നിൽക്കുന്ന തറ കീഴ്മേൽ മറിയുന്നത് പോലെ ആദിക്ക് തോന്നി. ചുറ്റിനുമുള്ള കാഴ്ചകൾ കറങ്ങി തിരിയാൻ തുടങ്ങി. നിലത്തേക്ക് വീഴുമെന്ന് തോന്നിയപ്പോൾ അവൻ ആ കിടക്കയിലേക്ക് ഇരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവൻ കണ്ണും മിഴിച്ച് പാർവതിയെ നോക്കി. 1 മിനിറ്റ് വ്യത്യാസത്തിൽ എനിക്ക് മുന്നേ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവളാണ് ദേവിക. അവൾ മരിച്ചിട്ട് 2 വർഷങ്ങളായിരിക്കുന്നു. അവളുടെ മരണശേഷം ഞാനോ അച്ഛനോ അവളെ കണ്ടിട്ടില്ല. പക്ഷേ ഈ നാലുകെട്ടിലെ പലരും അവളെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ കാര്യസ്ഥൻ പ്രഭാകരൻ നായർ പോലും അവളെ കണ്ടിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതാ ഇപ്പോൾ താൻ മരിച്ചുപോയ ഒരാളെ കണ്ടിരിക്കുന്നു. ധർമ്മശാലയിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ട ഓരോ സന്ദർഭങ്ങളും അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അതോടെ അവൻ മറിഞ്ഞടിച്ച് ആ ബെഡിലേക്ക് വീണു. തണുത്ത വെള്ളത്തിൻ്റെ തുള്ളികൾ മുഖത്തേക്ക് തെറിച്ചു വീണ ആദിദേവ് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഉണർന്നു. ചുറ്റും നോക്കി. തൊട്ടു മുന്നിൽ പാർവതിയും വൈദ്യനാഥൻ നമ്പൂതിരിയും അയാളുടെ ജ്യേഷ്ഠനും നിൽപ്പുണ്ടായിരുന്നു. താടിക്ക് കൈയും കൊടുത്ത് അവരുടെ ഇടയിൽ പ്രഭാകരൻ നായരും ഉണ്ടായിരുന്നു. ദേവികയെ താൻ കണ്ടു? ഒരു പരിചയവുമില്ലാത്ത തൻ്റെ മുന്നിൽ അവൾ വന്നു. വൈദ്യനാഥൻ നമ്പൂതിരി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ ആദി പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. പാറു എല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞു. ധർമ്മശാലയിൽ വെച്ച് താനവളെ കണ്ട കാര്യമെല്ലാം ഇവൾ ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ കുട്ടി മരിച്ചിട്ട് 2 വർഷമായിരിക്കുന്നു. ഇത്രയും നാൾക്കുള്ളിൽ ഒരു ദിവസം പോലും അവൾ എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അവളെ കണ്ടു എന്ന് പലരും പറഞ്ഞു കേൾക്കുമ്പോൾ എൻ്റെ കുട്ടിയെ അങ്ങനെയെങ്കിലും ഒന്ന് കാണാനായി എൻ്റെ കണ്ണുകളും കൊതിക്കുകയാണ്. ഇത്രയും ദൂരത്ത് താമസിക്കുന്ന ഒരു പരിചയമില്ലാത്ത നിന്നെ അവളിവിടെ എത്തിച്ചെങ്കിൽ
അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. അതറിഞ്ഞിട്ടേ തന്നെ ഞാനിവിടെ നിന്ന് വിടൂ. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് നമ്പൂതിരിപ്പാട് പുറത്തേക്കിറങ്ങി. അയാളുടെ പിന്നാലെ പാർവതിയും അവളുടെ വല്യച്ഛനും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ അവളിവിടെ എത്തിച്ചതാണല്ലേ? ദേ, ഇതവളുടെ മുറിയാ. അവളുടെ സാന്നിധ്യം ഇവിടെ ഏറെയുണ്ട്. തനിക്കിവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ താൻ ഇവിടെ ഇരിക്കുക, ഞാൻ ഇറങ്ങുകയാ. അത്രയും പറഞ്ഞ് പ്രഭാകരൻ നായർ ഭയത്തോടെ ആ മുറിയിൽ ആകമാനമൊന്ന് കണ്ണോടിച്ചു. എന്നിട്ട് തിടുക്കത്തിൽ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അയാളുടെ പിന്നാലെ ആദിദേവും വെപ്രാളത്തോടെ പുറത്തേക്കിറങ്ങി. ആദി പുറത്തേക്കിറങ്ങിയപ്പോൾ പ്രഭാകരൻ നായർ ആ കതക് വലിച്ചടച്ചു. ഇതടച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അടഞ്ഞ വാതിലും ചുറ്റുമതിലും അവൾക്ക് യാതൊരു തടസ്സവും സൃഷ്ടിക്കുകയില്ല. ദേവികയുടെ മരണശേഷം അവളെ ഇവിടെ പലരും കണ്ടു തുടങ്ങിയപ്പോഴേ വലിയ നമ്പൂതിരി ജോത്സ്യനെ വെച്ച് പ്രശ്നം വെച്ച് നോക്കിച്ചതാ. യക്ഷീഭാവത്തിലാ അവളുടെ നിൽപ്പ്. എത്ര പൂജയും വഴിപാടും ചെയ്തതാ. എന്നിട്ടും ആർക്കും അവളെ തളക്കാനായിട്ടില്ല. കാശിയിലും രാമേശ്വരത്തും ഒക്കെ പോയി വൈദ്യനാഥൻ നമ്പൂതിരി പല വഴിപാടുകളും നടത്തിയെങ്കിലും അവൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അങ്ങ് കാശി കിടന്ന തന്നെ അവൾ ഇവിടെ എത്തിച്ചില്ലേ? ഇനി അതെന്തിനാണെന്ന് ആർക്കറിയാം. ഈ കഥയുടെ 1-ാം ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സ്റ്റോറിയുടെ അവസാന ഭാഗം ഞാൻ എത്രയും പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതെൻ്റെ ഒരു സങ്കടമാണ്. അവതരിപ്പിക്കുന്ന കഥകളിൽ പലതും 2000-ൽ കൂടുതൽ പ്രേക്ഷകർ കേൾക്കുന്നുണ്ടെങ്കിലും ലൈക്കുകളുടെ എണ്ണം തീരെ കുറവാണ്. അതിനാൽ ചാനലിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോയാണ്. പ്ലീസ് ഈ കഥയ്ക്ക് ഒരു 500 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഥ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിചാരിച്ചാൽ എൻ്റെ ഈ ആഗ്രഹം നടക്കും. 500 ലൈക്ക് ഉണ്ടെങ്കിൽ ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുമായി ഞാൻ വേഗം വരും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം.